ആ നാടിനെ നടുക്കുന്ന ഒരു കൂട്ടക്കൊലയായി മാറിയിരിക്കുകയാണ്. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് 5 പേരെ കൊലപ്പെടുത്തി 6 പേരെ കൊലപ്പെടുത്തി എന്ന് മൊഴി നൽകിയത്. ഇതിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളുടെ ഉമ്മയാണ് എന്നാണ് മനസ്സിലാകുന്നത്. വാപ്പയുടെ ഉമ്മയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അവർ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു സംഭവം നാടിനെ ഞെട്ടിപ്പിക്കുന്നു. ഡാന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഡാനി, നമ്മളിപ്പോൾ പറഞ്ഞതിനേക്കാളൊക്കെ? രാജ്യത്ത് 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് 5 പേർ ബന്ധുക്കളാണ് എന്ന് വ്യക്തമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ കാമുകി ആരാണ്, ഈ പെൺസുഹൃത്ത് ആരാണ് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടക്കുകയാണ്. പ്രതി നൽകിയിരിക്കുന്ന മൊഴി, ഇപ്പോൾ പോലീസുകൾ നൽകിയിരിക്കുന്ന മൊഴി അത് പൂർണ്ണമായി മുഖവിലേക്ക് എടുത്തിട്ടില്ല. അതിനപ്പുറത്തേക്ക് കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നോ അവർക്കിടയിൽ എന്ന് അറിയാനുള്ള ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒരേ ദിവസം തന്നെയാണ് ഈ 3 സ്ഥലങ്ങളിലും കൊലപാതകം നടന്നിരിക്കുന്നത് എന്നൊരു പ്രാഥമികമായ നിഗമനമാണ് ചോദ്യം ചെയ്തതിൽ നിന്ന് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് മാനസികാവസ്ഥയിലാണ് ഓരോ സ്ഥലങ്ങളും, അതായത് ഈ 3 സ്ഥലങ്ങൾ തമ്മിൽ ദൂര വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അങ്ങോട്ട് നിന്ന് ഈ പറയുന്ന മറ്റ് 2 സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിനും ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ആദ്യം എവിടെയാണ് ഈ കൊലപാതകം നടത്തിയത്, അതിനുശേഷമാണോ ഈ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോയത്, ഈ പാങ്ങോടേക്ക് എത്തിയത്, ഇത്തരത്തിലൊക്കെ ഒരു വിവരങ്ങളുണ്ട്. അതിന് വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമായി വരും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥലത്തെത്തും. തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവി തന്നെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഈ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പയ്യൻ, ഈ അഫാൻ എന്ന ഈ പ്രതി, ഇയാൾക്ക് നാടുമായിട്ടുള്ള വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും ഇയാളുടെ ഉമ്മയും മറ്റും നാട്ടുകാരുമായൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിവരം പുറത്തു വരുന്നത്. സാമ്പത്തിക പ്രശ്നമുണ്ട് എന്ന കാര്യത്തിലൊക്കെ പഞ്ചായത്ത് മെമ്പറടക്കം ഈ വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റടക്കം ഈ വിഷയം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും വലിയ ഗൗരവതരമായ കൊലപാതകങ്ങൾ, അതൊന്നല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, 6 കൊലപാതകങ്ങൾ അതിൽ ശ്രമത്തിൽ നടന്നു. അതിൽ 5 എണ്ണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രായമുള്ള ഒരു സ്ത്രീ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എലിവിഷം കഴിച്ചു എന്ന് പ്രതി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ കൊലപാതകത്തിന് ശേഷം വിഷം കഴിച്ചു എന്നുള്ള മൊഴി കൂടി ഈ പ്രതി നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും ആ തരത്തിൽ തന്നെ മുന്നോട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ വീട്ടിലെ ഗ്യാസ് തുറന്നു വിട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതാണ് നേരത്തെ ആംബുലൻസിന്റെ ഡ്രൈവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കൂടി അതാണ്. വീട്ടിലെ ഗ്യാസ് അടക്കം തുറന്നു വിട്ടു. അപ്പോൾ കൊലപാതകത്തിന് ശേഷം ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നാട്ടുകാർ എത്തിയതുകൊണ്ട് അത്തരം സംഭവങ്ങളിലേക്ക് കടന്നില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഏതായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ്. 23 വയസ്സുകാരനാണ് ഇത്ര അധികം ആളുകളെ കൊന്നത് എന്ന് ഓർക്കുമ്പോൾ ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കൊലകൾ സംഭവിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നതാണ് ഇത്രയധികം ഞെട്ടിപ്പിക്കുന്നത്. 6 കൊലപാതകങ്ങൾ, അതിനുള്ള മനോനില ഇയാൾക്ക് എങ്ങനെ വന്നു എന്നതൊക്കെ ഇനി മനസ്സിലാക്കണം. ഏതായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഒരുപക്ഷെ വിഷം കഴിച്ചു എന്ന് പറയുമ്പോൾ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുക, ചികിത്സിക്കുക, ഇയാളെ പ്രതിയേർക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി പോലീസിന് കടക്കേണ്ടി വരും എന്നുള്ളതാണ്. നേരത്തെ ഈ സംഭവം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളടക്കം നമ്മളോട് പറഞ്ഞിരുന്നു. ബി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, നാടിനെ വിറങ്ങലിപ്പിക്കുന്ന ഒരു കൂട്ടക്കൊലയാണ് സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഈ ജൻസൺ കേഡൽ രാജ 4 പേരെ കൊലപ്പെടുത്തിയ ഒരു സംഭവമാണ്. അത് തിരുവനന്തപുരത്തിന് ഇപ്പോഴും ഭയപ്പാടോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. തിരുവനന്തപുരം അതേ സാഹചര്യത്തിൽ ഒരു കൂട്ടക്കൊലപാതകം നടക്കുന്നു. ഒരു കുടുംബത്തിലെ ആളുകളെ 3 സ്ഥലങ്ങളിലായി എത്തി കൊലപ്പെടുത്തുന്ന സാഹചര്യം. ആദ്യം പാങ്ങോടെത്തി കൊലപ്പെടുത്തിയത് വാപ്പയുടെ ഉമ്മയാണ്. സൽമ ബീവി എന്ന 88 വയസ്സുള്ള ആളെയാണ് ഈ അഫാൻ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം വാപ്പയുടെ മൂത്ത സഹോദരനെയും ഭാര്യയെയും, ലത്തീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഷാഹിദ എന്നാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഇവരെ 2 പേരെയും എസ് എൻ പുരത്തെത്തി അവരെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തുന്നത്. മാതാവ് ഷെമി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്.
14 വയസ്സുള്ള സഹോദരനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ സഹോദരനെയും വെട്ടിക്കൊന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പ്രതി മൊഴി നൽകിയത് തനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ലഹരി ഈ ഉപയോഗിച്ചിരുന്ന ആളാണോ, എന്താണ് ഇതിന് കാരണമായത് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. മാത്രമല്ല പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയത് താൻ 6 പേരെ കൊലപ്പെടുത്തി എന്ന കാര്യമാണ്. ആ കണക്ക് കൃത്യമാണ്. പക്ഷേ അവിടെ പിഴച്ചത് മാതാവ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്നാണ്. 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 പേരെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതി മൊഴി നൽകിയത്. അതായത് മാതാവ് കൂടി കൊല്ലപ്പെട്ടു എന്ന ഒരു ചിന്തയിൽ അങ്ങനെ മൊഴി നൽകി എന്ന് വേണം കരുതാൻ. ഈ എണ്ണം കൃത്യമാണ്. ഈ കൊലപ്പെടുത്തിയവരുടെ എണ്ണം, ആക്രമിച്ചവരുടെ എണ്ണം അത് കൃത്യമായി പ്രതി പറയുന്നു. പക്ഷെ അവിടെ ഈ തലനാരിഴയ്ക്ക് മാതാവിന് ജീവൻ നഷ്ടമാകുന്നില്ല. പക്ഷെ അവരിപ്പോഴും ഗുരുതരമായ സ്ഥിതിയിൽ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. മരിച്ചവർ സൽമാ ബിബി, അഹസാൻ, ലത്തീഫ്, ഷാഹിദ, ഹർഷാന എന്നിങ്ങനെ ഈ ആളുകളാണ് മരിച്ചത്. പിതാവിന്റെ ഉമ്മ ഉൾപ്പെടെ ഉള്ളവരെ പാങ്ങോടെത്തി ആദ്യം അവിടെ കൊല നടത്തുന്നു, പിന്നീട് എസ് എൻ പുരത്തെത്തി അവിടെ കൊല നടത്തുന്നു. അതിനുശേഷമാണ് വെഞ്ഞാറമൂട്ടിൽ സ്വന്തം വീട്ടിലെത്തി കൊലപാതകം നടത്തുന്നത്. പ്രതിയുടെ പിതാവ് വിദേശത്താണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നു. പ്രതിയുടെ മാതാവ് അർബുദ രോഗബാധ ഉണ്ടായിരുന്നു. ഈ മറ്റ് കാര്യങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഇനിയും വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പെൺസുഹൃത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. പ്രതി ഈ പരിസരവാസികളുമായി അധികം ഇടപഴകുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, മറ്റേതെങ്കിലും കാര്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിരുന്നോ എന്നത് തന്നെയാണ് പ്രധാനമായും ഒരു സംശയമായി നിലനിൽക്കുന്നത്. നാട്ടുകാരിൽ പലരും പറയുന്നത് അത്തരം ഒരു സംശയമാണ്. ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തോ എന്നതാണ്. അതിനപ്പുറത്തേക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു 23 വയസ്സുകാരൻ ഇങ്ങനെ 5 പേരെ കൊലപ്പെടുത്തുക, നിഷ്ഠൂരമായി 6 പേരെ ആക്രമിക്കുക എന്ന നിലയിലേക്ക് പോകുമോ എന്ന സംശയം നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. ഈ പരിസരവാസികൾ പോലും ഈ ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ അറിയുകയോ ചെയ്തിട്ടില്ല. പിന്നീട് ഈ വീട്ടിൽ കൊല നടന്നു എന്ന് മനസ്സിലാക്കുന്നത് മുറ്റത്ത് തന്നെ രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ് സമീപവാസികൾ ഒന്നിൽ കൂടുതൽ ആംബുലൻസ് അവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തി. അതിനുശേഷമാണ് ഇവരെ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത്. ഗോകുലം മെഡിക്കൽ കോളേജിൽ 2 മൃതദേഹങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചിരുന്നു. വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ, ഏതാണ്ട് 5 കിലോമീറ്റർ മാറിയാണ് വാപ്പയുടെ ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ ഭാര്യയും താമസിച്ചിരുന്നത്. ഇവരുടെ കുടുംബവുമായി അവർ അടുത്ത് ഇടപഴകിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയൊക്കെയാണ് മറ്റുള്ളവരുടെ ഇടപെടൽ അലോസരമായോ ഈ സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരുമായി തർക്കമുണ്ടായോ. പോലീസിന് ഇപ്പോൾ പ്രാഥമികമായി നൽകിയിരിക്കുന്ന ഒരു മൊഴി വിദേശത്ത് പോയിരുന്നു, വലിയ സാമ്പത്തിക പ്രയാസമുണ്ടായി, പലരിൽ നിന്ന് തുക കടം വാങ്ങേണ്ടി വന്നിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് പ്രാഥമികമായി നൽകിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ഇപ്പോൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 3 ഇടങ്ങളിലായി നടന്ന കൊലപാതകം ഇത് നാടിനെ ഞെട്ടിച്ച കൊലപാതകമാണ്. പോലീസിനെ സംബന്ധിച്ച് കൃത്യം നടന്ന ശേഷം പ്രതി സ്റ്റേഷനിലേക്ക് എത്തുകയും കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ കണ്ടെത്തുന്നത് പോലുള്ള ഒരു വെല്ലുവിളി പോലീസിന് മുന്നിലില്ല. പക്ഷേ നമുക്ക് ഭയപ്പാടുണ്ടാക്കുന്ന യുവതലമുറയ്ക്ക് എന്ത് സംഭവിക്കുന്നു, ഒരുപക്ഷെ യുവതലമുറ മാത്രമല്ല, ഈ ചെന്താമരയുടെയൊക്കെ കേസ് നമ്മൾ കണ്ടതാണ്, സമീപ ദിവസങ്ങളിൽ കണ്ടതാണ്. മറ്റൊരിടത്ത് വീടിന് അടുത്തുള്ള ആളുകളെ ബാംഗ്ലൂരിൽ നിന്നെത്തിയ കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരൻ, ആ സംഭവം ഉൾപ്പെടെ ഇങ്ങനെ പല പല സംഭവങ്ങൾ എടുക്കുമ്പോൾ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ തുടരെ സംഭവിക്കുന്നു. പലതിലും ലഹരിയുടെ ഉപയോഗമുണ്ട്, അന്ധവിശ്വാസമുണ്ട്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഏതായിരുന്നാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വലിയ ഞെട്ടിക്കുന്ന ഒരു ഭീകരമായ ദിവസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 5 പേരുടെ അരുംകൊലയാണ് നടന്നിരിക്കുന്നത്.